ഇന്നല്ലല്ലോ. ഈ ഒരു കാര്യം അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമല്ലോ. അപ്പം ആരൊക്കെ മുഴുവനായിട്ട് കാണുന്നുണ്ട് എന്നറിയാലോ. ഹലോ ഗേസ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഇന്നത്തെ നമ്മളെ പരിപാടി എന്തെന്നറിയോ, ഒരു സംഭവം വരാനുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അവസാനത്തെ ഒരു സംഭവം അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഗുഡ് ന്യൂസ് ആണെങ്കിൽ എന്തായാലും ഞങ്ങൾ നിങ്ങളെ അറിയിക്കും, അല്ലേ? അറിയിക്കൂലേ? അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും എന്താവും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇന്ന് നാളെ ഒരു പരിപാടി ഉണ്ട് ഐദുവിൻ്റെ, അത് പിന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യാണ്, അതിനൊന്ന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ബാർബർ ഷോപ്പ് പോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ 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 ഇപ്പം എന്താ പറയാനുള്ളത്, വേറെ ഇപ്പം എന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം കുറച്ച് ദിവസമായി ഇപ്പോൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എന്ത് ചെയ്തത്, ഇങ്ങനെ നമ്മൾ വീഡിയോക്ക് വേണ്ടി വന്നത്, അല്ലേ? ഇതോ അതിപ്പോൾ പറയണ്ട, അതിപ്പോൾ പറയാനില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ചായ കുടിച്ചിക്കണോ? ശരിയാണല്ലോ. അപ്പോൾ ഗൈസ്, ഇത് ഓൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേനിട്ടോ. അപ്പം ഇന്ന് മദ്രസ പോകാൻ വേണ്ടിയാണ്ട് രാവിലെ വന്നതാണ്. മദ്രസ വിട്ടാണ് നേരെ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഓന് ഇങ്ങോട്ട് വന്ന്. ഇനി ഞങ്ങൾ മുടിയൊക്കെ വെട്ടി ഞങ്ങൾ നേരെ മഞ്ചേരി പോവും. ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? നിർത്തിയും പറയും അല്ലാതെയും പറയും. ഒരു ഷോട്ട് തന്നെ, ഒറ്റ ഷോട്ടായി. നീളമുള്ളത് ചെറുതാണ് ചെറുത്, അങ്ങനെ തന്നെ വരും. പഠിച്ചോ, അഥവാ സിനിമയിൽ കിട്ടിയാലോ. അപ്പോൾ ഗൈസ്, നമ്മളെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതായത് ഗാലറി എന്താ പേര്, ഗാലറി മിഷൻ വീഡിയോ. അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അടുത്ത പപ്പൻ്റെ കൊടുത്ത അതിലുണ്ടാവില്ല, പപ്പൻ്റെ മറ്റേ കൊടുത്ത അതിൽ ഞാൻ കറക്റ്റ് ഞാൻ പേര് പറഞ്ഞുതരാം. അതിൽ കയറി കഴിഞ്ഞാൽ 2 പാർട്ടായിട്ട് നമുക്ക് അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അവർ. ഒരു മിനിറ്റ് കേട്ടോ, അത് പിടിച്ച ഞങ്ങൾക്ക് എന്തെങ്കിലും പറയേണ്ടത് പറഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല, അധികം പറയാനെത്തില്ല. അപ്പൊ ഗൈസ്, ഗാലറി വിഷൻ മീഡിയ, ഇതാണ് അതിൻ്റെ ഇത് കേട്ടോ, കണ്ടില്ലേ? ഈ ഒരു പേജ് ഇത് ഇൻസ്റ്റയിലാണ്. ഇവരെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഫോൺ അവിടെ നിന്ന് എടുത്താൽ ഗൂഗിൾ. അപ്പം എല്ലാവരും കാണുക. കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഗൈസ്, എല്ലാവരും കയറി കാണുക, എല്ലാവരും കമൻ്റ് ഇടുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു സംഭവം ചെയ്താലോ? ഇതിനെ കൊണ്ട് നമുക്കൊരു ചലഞ്ച്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക. ചോദിച്ചു നോക്കല്ലേ? വേറെ നല്ലൊരു കോള് വന്നിട്ടോ. അപ്പോൾ നമുക്ക് ഐദുവിനോട് ഒരു ചലഞ്ച്. ഐദുവിനെ ബാ, കമോൺ ഐദു, എന്നെ കൊണ്ട് ഞാൻ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇല്ല എന്ന് പറയിപ്പിക്കും. 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഇല്ല എന്ന് പറയിപ്പിക്കും. ഞാൻ പറയിപ്പിക്കും. ഇജ്ജ് പറയില്ല എന്ന് തന്നെ പറയില്ല, പക്ഷെ ഞാൻ എന്നോട് പറയിപ്പിക്കും. ഇല്ലാന്ന് പറയാൻ പറ്റൂല ഇജ്ജ്. ഇല്ലാന്ന് പറഞ്ഞാല് ഇജ്ജ് തോറ്റ്, ഞാൻ ജയിച്ച്. ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇജ്ജ് ജയിച്ച്, ഞാൻ തോറ്റ്. പറ്റുമോ? മനസ്സിലായില്ല? അതായത് ഞാൻ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, പക്ഷെ ഇല്ല എന്ന മറുപടി ഇജ്ജ് പറയാൻ പാടില്ല. അതൊക്കെ ഇല്ലാന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഇല്ലാന്ന് ഇജ്ജ് പറഞ്ഞാ ഇജ്ജ് തോറ്റ്. അപ്പൊ ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിച്ച് പറഞ്ഞോണ്ട്, ഇല്ല എന്ന് പറയാനേ പാടില്ല. സെറ്റാണോ? ഓക്കെ. അപ്പൊ ഇജ്ജ് ദുബായി പോയിണോ? ഇജ്ജ് സൗദി പോയിക്കണോ? മക്കത്ത് പോയിക്കണോ? കൊച്ചിയിൽ പോയിക്കണോ? സ്കൂളിൽ പോയിക്കണോ? ഇന്ന് പോയില്ലല്ലോ. ഇജ്ജ് ട്രെയിനിൽ കയറിനോ?
ആ ഏ ആ ഇന്നല്ലല്ലോ. ആ നേരത്തെ ഇജ്ജ് ചോറുന്നോ? ആ ഇൻട്രസ്റ്റിംഗ് അല്ലേ അല്ലേ? ഇൻട്രസ്റ്റ് ആയില്ലേ ചോദ്യം? അപ്പൊ എന്നാ ഞാൻ അടുത്ത് ഇജ്ജ് ചോക്ലേറ്റ് ഉണ്ടല്ലേ? ആ എവിടുന്നാ തിന്ന്? ഏ? എവിടുന്നാ തിന്ന്? വരരുത്. പെരേന്ന്. അപ്പൊ എന്താ ചോറുന്നാഞ്ഞ്? ഏ? ചോറുന്നാഞ്ഞ് എന്ത്? ചോക്ലേറ്റ് വളർന്നു. വള്ളാർന്ന്. അയ്യോ, ഇത് ഞാൻ തോൽക്കണ കോലാണല്ലോ. ഇജെന്തട്ട് എന്താ കാൽവല്? ചെരുപ്പ്. ചെരുപ്പ്. ഈ ചെരുപ്പ് ആരതാ? ചെരുപ്പോ? അപ്പന്റെ. പപ്പന്റെ അല്ല, അല്ല ഇപ്പന്റെ. ഏ? ഇപ്പന്റെ. ഇപ്പന്റെ. അപ്പനെ. ആ ഓക്കെ. അപ്പോ എനിക്ക് വിമാനുണ്ടോ? ഉണ്ട് ഉണ്ട്. മത്സരത്തിൽ ഞാൻ തോറ്റി. ഞാൻ തോൽവി അംഗീകരിച്ച് ഓന് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എനിക്ക് എന്താ പറയാനുള്ളത്? നിന്റെ ദൈവതരോ. ഈ ഗെയിമിന്റെ റൂൾസ് പറഞ്ഞാല് അതേ റൂളൊന്നുമില്ല. അതേ റൂള് പറഞ്ഞാല് ടഫാണ്, തീരെ ടഫാണ്. അതിന്റെ അർത്ഥം എന്താ? ഫസ്റ്റത്തെ ഒരാള് ആണെന്ന് പറയാം. അപ്പം രണ്ടാമത്തെ ആളെന്താവും പറയാ? പെണ്ണ്. അല്ല 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 അല്ലെന്നാ വേറെ ഒരു ക്വസ്റ്റ്യൻ ഇതാരോ മറ്റേ എന്താ പറയാ, ബുദ്ധി ഇല്ലാത്തവരില്ലേ അല്ലാന്ന് പറയും. ബുദ്ധി ഉള്ളവരാണെങ്കിലോ ആണെന്ന് പറയും. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് പപ്പ എന്താണ് ജനിച്ചത്? ആണ്. ആണെന്നോ? ആണെന്നോ? അല്ല അല്ല, ഞാൻ അതല്ലേ പറയും. നിങ്ങൾ പറയട്ടോ ഈ വീഡിയോയില് എത്താണ് ചേർന്നെന്ന്. അടുത്ത ഗെയിം പറയട്ടെ. ഞാനും പപ്പയും ഓട്ട മത്സരം വെച്ച് അതിലാരാ ജയിച്ചടാ? അതിലാരാ ജയിച്ചിണ്ടാവാ? എനിക്കറിയില്ല. ഒരു കമന്റ് ചെയ്തോട്ടെ. നിങ്ങള് കമന്റ് ചെയ്യ്. അപ്പൊ നിങ്ങള് ഓന്റെ ചോദ്യത്തിന് നിങ്ങൾ കമന്റ് ചെയ്തോളി. ഓൻ്റെയില് ഞാനും തോറ്റി, ഇന്ത്യയില് ഓനും തോറ്റി. ഇന്ത്യയില് ഓനും ജയിച്ച്, ഓൻ്റെയില് ഞാനും ജയിച്ച്. അപ്പൊ റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ. സൈക്കിൾ മേലേ അവൻ പോരുള്ളൂ. ഞങ്ങള് കുളിയും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അതിന്റെ മുന്നേ മുടി വെട്ടി. അതിന് മുന്നേ മുടിയും വെട്ടി ഇങ്ങനെ പോരാ. കാര്യത്തിൽ എടുക്കാൻ ഇറങ്ങിയേ 3 മണിക്ക് ഇവിടുന്ന് ഞാൻ എൻ്റെ മുടി വെട്ടല് കഴിഞ്ഞു. എൻ്റെ പപ്പ എത്തിയതോ എത്ര 4 മണിക്ക്. എന്നിട്ട് ഒരു മണിക്കൂർ കുളിച്ചാൽ ഒന്നും ചെയ്ത് അപ്പൊ അതിനും ടാങ്കത്ത് വെള്ളം കഴിഞ്ഞു. എന്നിട്ട് കറണ്ട് പോയിട്ടല്ലേ? ആ കറണ്ടും പോയി. മുഖ്യമന്ത്രി കറണ്ട് തന്നില്ല. അപ്പൊ നമുക്ക് കറണ്ട് നേരം വൈകി. അങ്ങനെ കുളിച്ചില്ല. ഇപ്പൊ സമയം എത്രയായി നോക്കി? 5:19. നേരത്തെ ഇറങ്ങിയ ആള് അല്ല, നേരത്തെ പോകുന്ന ആള് എങ്ങനെയുണ്ട്? നമ്മളിനി നേരെ മഞ്ചേരിക്ക് പോവല്ലേ? മഞ്ചേരിക്ക് എത്ര പോണേ? മഞ്ചേരിക്ക് പോണേ ഞാൻ പറഞ്ഞോണ്ട ഗൈസ്. അതായത് നമ്മള് ആകെ കറങ്ങിയില്ലേ ക്യാമറ. മഞ്ചേരി പോണ എന്തിനാണെന്ന് അറിയോ? കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അതായത് ഡ്രസ്സ് എടുക്കാണ്ട്, പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഞ്ചേരിക്ക് പോണത്. വേറൊന്നുമല്ല, ഐദുവിൻ്റെ അമ്മോന്, അതായത് എൻ്റെ അളിയൻ വൈഫിൻ്റെ അനിയന് പെണ്ണ് സെറ്റായി. അപ്പം അതിന് നാളെ മുട്ടായി കൊടുക്കലാണ്. അപ്പോൾ ആ മുട്ടായി വാങ്ങാനും അതേപോലെ ഡ്രസ്സ് വാങ്ങാനും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഇപ്പം മഞ്ചേരി പോണത് അല്ലേ? അപ്പോൾ എന്താ പറയുക, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഐദുവിനൊരു ഡ്രസ്സ് എടുക്കണം അല്ലേ? എനിക്ക് വേണോ? പിന്നല്ലേ ഞാനല്ലേ ഇവിടെ ഒരു ഒറ്റ പരിപാടി എടുക്കും. അപ്പം അതുകൊണ്ട് നമ്മളെ പ്ലാനിൽ പിന്നെ മുടി വെട്ടുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് ആ സമയത്ത് എന്തോ കാരണം കൊണ്ട് മറന്നു പോയതാ. പിന്നെ അവിടെ വർത്താനത്ത് പെട്ട് അങ്ങനെ എന്തോ മറന്നു പോയതാ.
ഞാനല്ലേ വീഡിയോ എടുക്കാൻ അപ്പൊ വിചാരിച്ചു പാടച്ചു. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറൊരു കാര്യം പറയാൻ മറന്നിട്ടോ, ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് എൻ്റെ 10th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതായത് 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് അറിഞ്ഞില്ലല്ലേ? അതാണ് ഡേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരൂലേ? അതൊക്കെ വരും. അപ്പം ഈ ഒരു കാര്യം അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമല്ലോ. അപ്പം ആരൊക്കെ മുഴുവനായിട്ട് കാണുന്നുണ്ട് എന്നറിയാലോ. അപ്പോഴാണല്ലോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണം കേട്ടോ. മഞ്ചേരി എത്തി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലോക്ക് ഉണ്ടായിന് ഇവിടെ അല്ലേ? ഇതോ ഞങ്ങള് ഇതൊക്കെയാണ് പോരുമ്പം നാട്ടില് വീട്ടില് നല്ല മഴയേനി. മഞ്ചേരി എത്തിയപ്പോൾ മഴയൊന്നും പെയ്തില്ല, പക്ഷെ മഴക്കാറുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വൈമലൊക്കെ തുള്ളിയിട്ടീനി. അപ്പോൾ ഞങ്ങൾ മഞ്ചേരി എത്തി. ഇനി നേരെ ഡ്രസ്സ് എടുക്കുക, പിന്നെ കാര്യങ്ങൾ സെറ്റാക്കുക, വീട്ടിൽ പോവുക. അതാണ് ഞാണ്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഫോണിൽ ചാർജ് കുറച്ച് കുറവാണ്, പിന്നെ ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാണ്, വീഡിയോ തൽക്കാലം ഇവിടെ നിർത്താണ്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.